നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് AI ചാറ്റ് ബോട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം, അതെങ്ങനെ വാട്സപ്പിൽ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. അതിനു മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ഒരു ഫ്രീ ഗീവ് അവേ ഉണ്ട്. അതായത് നമ്മളുടെ നോർമലി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ് ഓട്ടോമേഷൻ ഹാക്കത്തോൺ എന്ന് പറയുന്ന പ്രോഗ്രാം, ഇത് ഓഫ്ലൈൻ ഇവന്റ് ആണ്. ഓരോ മാസവും ഒരു ഇവന്റ് ആയിട്ടാണ് നടക്കുന്നത്. വളരെ നല്ല ഫീഡ്ബാക്ക് ഉള്ള ഒരു ഇന്റർനാഷണൽ ലെവൽ പ്രോഗ്രാം എന്ന് ഫീഡ്ബാക്ക് ഉള്ള ഒരു പ്രോഗ്രാമാണ്. മോർ ദാൻ 120 പീപ്പിൾ ഓൾറെഡി അറ്റൻഡഡ്. അപ്പോൾ അവിടെ നമ്മൾ പഠിപ്പിക്കുന്ന കൂടുതലും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള AI യൂസ് കേസസ് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ല, ഒരു ഇംപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് കൺസെപ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നതെന്നുള്ള ഒരു വർക്ക് ബുക്ക് ഉണ്ട്. അപ്പോൾ ഈ സെഷൻ അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഈ വർക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് പ്രോംപ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നേരെ കോപ്പി ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഓവറോൾ essence of that hackathons. Okay, but hackathon is not a training program. Hackathon is an implementation program. Next hackathon ഓഗസ്റ്റിൽ ഉണ്ടായിരിക്കും. നമ്മൾ ഡേറ്റ് അറിയിക്കുന്നുണ്ട്. ലൈവായിട്ട് വന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നൗ നിങ്ങൾ ഇത് നോക്കിയാൽ ഇത് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ വാട്സപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് AI ഏജന്റിനെ കുറിച്ച് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങളും ഞാനും അടക്കമുള്ള മെജോറിറ്റി ഓഫ് ദി കൺസ്യൂമേഴ്സ് ഇന്ന് പ്രിഫർ ചെയ്യുന്നത് ടെക്സ്റ്റ് ആണ് റേദർ ദാൻ കോൾസ്. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യാൻ വേണ്ടി വിളിച്ച് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൾ വരുമ്പോഴോ എല്ലാം നിങ്ങൾ പറയുന്നത് ഡീറ്റെയിൽസ് എനിക്കൊന്ന് വാട്സപ്പിൽ അയക്കൂ എന്നാണ്. ഇത് ഫോബ്സിന്റെ റിപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ടെലികോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനേക്കാളും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചാറ്റ് തന്നെയാണ് വർക്ക് ചെയ്യുക. വാട്സപ്പ് ചാറ്റ് ഓർ ഇൻസ്റ്റാഗ്രാം ചാറ്റ്, ഇതാണ് ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് ഇപ്പോൾ പോകുന്നത്. അതിൽ തന്നെ വാട്സപ്പ് ചാറ്റാണ് മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വാട്സപ്പിനെ അവഗണിക്കാനായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ സാധിക്കില്ല. വാട്സപ്പിൽ പോകുന്നത് ചാറ്റ് ബേസ്ഡ് ആണ് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ സെഷന് വളരെയധികം റെലവൻസ് ഉണ്ട്. നൗ സെക്കൻഡ് തിങ്, എന്തിനാണ് AI ചാറ്റ് ബോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സിനിമ കാണുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലാണ്, നമുക്ക് വരുന്ന കസ്റ്റമർ എൻക്വയറീസിനൊന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സിനാരിയോയിൽ നമുക്ക് ഒരുപാട് മെസ്സേജസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. വളരെ ബൾക്കായിട്ട് മെസ്സേജസ് വരുന്ന ഇപ്പം ചില ആൾക്കാർക്ക് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എൻക്വയറീസ് വരും, അല്ലെങ്കിൽ ക്യാമ്പയിൻസ് വഴി ഒരുപാട് ലീഡ്സ് വരും. സോ ഞങ്ങൾക്ക് തന്നെ ഒരു ദിവസം വരുന്നത് ക്ലോസ് ടു 200 to 300 ലീഡ്സ് ആണ് എവറി ഡേ വരുന്നത്. ഈ 200 to 300 പേരെ നമുക്ക് എവറി ഡേ വിളിക്കാനോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനോ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇൻ ദാറ്റ് കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ AI ഉപയോഗിച്ചിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിൽ ഒരുപാട് പേര് ഇപ്പം നമ്മളെ കോൺടാക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്കും AI ഒരുപാട് റിപ്ലൈ തന്നിട്ടുണ്ടായിരിക്കും. പല ആൾക്കാരും എൻ്റെ കൺസൾട്ടിങ് ഫീസ് കേട്ടിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ, കാരണം AI ഡിഡ് ഇറ്റ്സ് ജോബ് അല്ലേ. ഒരുപാട് എൻക്വയറീസിനെ ഹാൻഡിൽ ചെയ്തിട്ട് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് ഒരാൾ നമ്മളുടെ എല്ലാ പ്രോഗ്രാമിൻ്റെയും ഡീറ്റെയിൽ ചോദിച്ചു. എല്ലാ പ്രോഗ്രാമിൻ്റെയും ഡീറ്റെയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുത്തു. മറ്റൊരാൾ ഇതേപോലെ പ്രൊജക്ട് ക്വീനെ കുറിച്ച് ചോദിച്ചു, ഫ്രീ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിച്ചു. കൃത്യമായിട്ട് പ്രൊജക്ട് ക്വീൻ്റെ ലിങ്ക് AI അയച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 70 to 80% മെസ്സേജുകൾക്ക് റിപ്ലൈ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അത് AI ഏജന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താ? ഇറ്റ് സ്പീക്സ് എനി ലാംഗ്വേജ്, ഇറ്റ് വർക്ക്സ് അറൗണ്ട് ദി ക്ലോക്ക്. പിന്നെ ഇത് കൂടാതെ മറ്റൊരു അഡ്വാൻറ്റേജും കൂടെ ഇപ്പോൾ വന്നിട്ടുള്ളത്, നിങ്ങളുടെ വാട്സാപ്പ് ബിസിനസ്സിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വാട്സാപ്പ് API എന്താണെന്ന് അറിയുന്ന ആൾക്കാർക്ക് APIയുടെ ലിമിറ്റേഷൻ അറിയാം. API വർക്ക്സ് വിത്ത് ഓൺലി തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ. പക്ഷേ ഇനി നമുക്ക് വാട്സാപ്പ് ബിസിനസ്സിലേക്കും നമുക്ക് AI ഏജന്റിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. അതിന് തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം വേണം, ബട്ട് എങ്കിലും നമ്മുടെ എക്സിസ്റ്റിംഗ് വാട്സാപ്പിലും വി ക്യാൻ ബ്രിങ് AI ഏജന്റ്സ്. ഓക്കെ, അതൊരു ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻ ആണ്. അപ്പം ഇങ്ങനെ ഉള്ളതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, നമുക്ക് വരുന്ന മെസ്സേജസിന് നമുക്ക് ഫിൽട്ടർ ചെയ്ത് ലീഡ് ക്വാളിഫൈ ചെയ്ത് സെയിൽസ് പിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ടെക്സ്റ്റ് ബേസ്ഡ് ആണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം. അതും വാട്സപ്പ് ആണ് മെയിൻ ചാനൽ. അതിൽ AI ഏജന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പണി ഒരുപാട് എളുപ്പമായിട്ട് മാറും. നൗ എന്താണ് AI ചാറ്റ് ബോട്ട്? AI ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാറ്റ് ബോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളൊരു
ഒരു ഒരു കോൺവെർസേഷൻ മോഡലിങ്ങിനെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുന്നതാണ് ഒരു ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്, ചാറ്റ് ബോട്ട്. ഓക്കെ, അതിനകത്ത് എന്താ, ഒരു കസ്റ്റമർ വരുന്നു, ഒരു മെസ്സേജ് അയക്കുന്നു, ആ കസ്റ്റമർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ചോദ്യമായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. 2-3 ഓപ്ഷൻസ് കൊടുക്കും, ലൈക്ക് സെലക്ട് യുവർ ജെൻഡർ, മെയിൽ ഫീമെയിൽ 2 ബട്ടൺ കൊടുത്തു. മെയിൽ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പ്, യാ ഗോട്ട് ഇറ്റ്, സോ വുഡ് യു ലൈക്ക് ടു ബൈ സംതിങ്. അപ്പം അങ്ങനെ ഒരു 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 സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ മോഡലിംഗ് ആണ് ഈ ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. This works with additional third-party platforms integrating into communication mediums. And ഇവിടെ communication medium എന്ന് പറയുന്നത് വാട്സ്ആപ്പ് ആണ്. Now, how is a chatbot different from an AI chatbot? AI chatbotഉം chatbotഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നോർമൽ ചാറ്റ്ബോട്ടിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് കസ്റ്റമർക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. കസ്റ്റമർ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ഉത്തരമില്ല, നമുക്കവിടെ ഉത്തരം കൊടുക്കാൻ പറ്റില്ല. അതാണ് ചാറ്റ് ബോട്ട്. AI ചാറ്റ് ബോട്ട് വരുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, AIക്ക് ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം ഇൻ്റലിജൻ്റ് ആയിട്ട് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കസ്റ്റമർ എങ്ങനെ വഴിവിട്ട് ചോദിച്ചാലും കസ്റ്റമറെ തിരിച്ച് നമ്മളുടെ പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് AIക്ക് പറ്റും. സോ ഇത്, ടു ബി ഫ്രാങ്ക്, ഒരുപക്ഷെ നിങ്ങളുടെ സ്റ്റാഫ് ചെയ്യുന്നതിനേക്കാളും വൃത്തിയിൽ അത് ചെയ്യും. അതാണ് AIയുടെ പവർ. ഓക്കെ, അപ്പോൾ ഇവിടെ AI ഏജന്റിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് നമ്മൾ കാണുന്നുണ്ട്, എങ്ങനെ ട്രെയിനിങ് കൊടുക്കണമെന്ന് നമ്മൾ കാണുന്നുണ്ട്, എങ്ങനെ ട്രിഗർ ചെയ്യണമെന്ന് നമ്മൾ കാണുന്നുണ്ട്. ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മെസ്സേജിനും ഒരേ റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് 4 പ്രൊഡക്റ്റ് ഉണ്ട്, ഈ 4 പ്രൊഡക്റ്റിനും ഡിഫറെൻ്റ് ആൻസേഴ്സ് ആണ് കൊടുക്കേണ്ടത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരേ ചാറ്റ് ബോട്ട് തന്നെ അവിടെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ടല്ലോ. അവിടെയാണ് നമുക്ക് ഓരോ ട്രിഗർ വെച്ചിട്ട് ഓരോ ചാറ്റ് ബോട്ട് ഇൻസ്റ്റൻസിന് നമുക്ക് ട്രിഗർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് 4 വെർട്ടിക്കൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ഒന്ന് ക്ലോത്തിങ്, ഒന്ന് ജ്വല്ലറി, ഒന്ന് ഹെൽത്ത്, ഒന്ന് സംതിങ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം വരുന്നത് ഒരേ, ലെറ്റ്സ് ടേക്ക് ഡിഫറെൻറ്റ് എക്സാമ്പിൾ. ലെറ്റ്സ് യു ആർ എ ഹോസ്പിറ്റൽ. ഓക്കെ, ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് കാർഡിയാക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ന്യൂറോ ഉണ്ട്. അപ്പോൾ വരുന്ന കസ്റ്റമർ ചോദിക്കുന്ന ഐ വാണ്ട് ടു കണക്ട് വിത്ത് ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ആ AI വിൽ ടേക്ക് ഇറ്റ് ടു ദ ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് അപ്പോയിൻമെന്റ് ബുക്കിംഗ് പ്രോസസ്. അങ്ങനെ ട്രിഗർ ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡ്സ് നമുക്കിവിടെ കണ്ടീഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതും നമ്മൾ കാണുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് AI ചാറ്റ് ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റൗണ്ട് ദി ക്ലോക്ക് വർക്ക് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റലിജന്റ് കോൺവെർസേഷൻ ആണ് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടി. ആൻഡ് എനി ലാംഗ്വേജ് ഇതിന് മറ്റൊരു ബ്യൂട്ടിയാണ്. ഇന്നലെ ഒരാൾ കോൺവെർസേഷനിൽ ഞാൻ കണ്ടു, അയാൾ റഷ്യൻ, ഏത് ലാംഗ്വേജ്, നമ്മളുടെ AI ആദ്യമേ ചോദിക്കുന്നുണ്ട് വിച്ച് ലാംഗ്വേജ് ഡു യു പ്രിഫർ എന്നുള്ളത്. സാറേനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു സ്പീക്ക് ഇൻ അറബിക് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും നമുക്കിതൊക്കെ ഒരു പ്രശ്നമുള്ള കാര്യമാണ്. അടുത്ത മെസ്സേജ് പിന്നെ പോകുന്ന അറബിക്കിലാണ്. പിന്നെ പുള്ളി പറഞ്ഞു റഷ്യൻ, അഗൈൻ അടുത്ത മെസ്സേജ് പിന്നെ പോകുന്ന റഷ്യനിലാണ്. പിന്നെ അവിടെ നിന്ന് ആ കോൺവെർസേഷൻ പുള്ളി സ്റ്റോപ്പ് ചെയ്തു എന്ന് തോന്നുന്നു. ബട്ട് എനിവേ, ലാംഗ്വേജ് ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ അസ് എനി മോർ. നിങ്ങൾക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇനി ലാംഗ്വേജ് ഒരു പ്രശ്നമേ അല്ല. റൈറ്റ് നൗ, എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസ് കേസസ്? ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. നമ്മൾ എന്തിനാണ് ഈ AI ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഞാൻ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഒരു ബിസിനസ് ഓണറുടെ 4 ഏരിയാസ് ആണ് ഞാനിവിടെ കവർ ചെയ്യുന്നത്. ഒന്ന്, ഫേസ്ബുക്ക് ലീഡ്സിനെ ഫോളോ അപ്പ് ചെയ്യുക. നമ്മൾ ഒരുപാട് ലീഡ്സിൽ ഇന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ലീഡ് കോസ്റ്റ് വളരെയധികം കൂടിയിട്ടുണ്ട് മുന്നത്തേക്കാളും. പക്ഷേ പഴയ ഒരു പോലെയല്ല ഇന്ന്. പഴയ പോലെ എന്ന് പറഞ്ഞാൽ 5 കൊല്ലം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. അന്നൊക്കെ ലീഡ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര വാല്യൂ ആയിരുന്നു. ഇന്ന് ലീഡ് ഒരു ചവറ് കണക്കിന് ലീഡ്സ് വരുന്നുണ്ട്, ബട്ട് ഇൻഎഫക്റ്റീവ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരുന്നില്ല. അതിന് പല പല റീസൺസ് ഉണ്ട്. മേ ബി ടാർഗറ്റ് ഓഡിയൻസ് പ്രോപ്പർ ആവായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവായിട്ടായിരിക്കാം, നമ്മളുടെ അപ്രോച്ച് മോശമായിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ ടൈമിങ് അവർ അവൈലബിൾ ആവുന്ന ടൈമിൽ നമ്മൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇറ്റ് കുഡ് ബി എനി റീസൺ. ബട്ട് ഇൻ ദി എൻഡ് നമുക്കത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. കസ്റ്റമർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. അവിടെ നിങ്ങൾക്ക് ഈ AI ഏജന്റിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി 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 പവർഫുൾ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫേസ്ബുക്ക് ലീഡ്സിനെ
ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ലീഡ്സ് എടുത്തിട്ട് ഹായ് സർ, നിങ്ങൾ ഇങ്ങനെ ഒരു ലീഡ് സബ്മിറ്റ് ചെയ്തിരുന്നല്ലോ, ഞാൻ ഈ കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഇനി നിങ്ങൾ വിളിച്ച് സംസാരിക്കേണ്ട എന്താണെന്നറിയോ? സർ, ഞാൻ സാറിൻ്റെ കോൺവെർസേഷൻ കണ്ടിരുന്നു, സാർ ഇതാണ് നോക്കുന്നത് അല്ലേ, ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഒരു പ്രീ സെയിൽസ് ഇൻട്രൊഡക്ഷൻ കോൾ ചെയ്തിരുന്ന സ്ഥാനത്ത് AI കൊണ്ട് ചാറ്റ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ ഫൈനൽ ക്ലോസിംഗ് കോൾ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ സെയിൽസ് ടീമിന്റെ എഫിഷ്യൻസി ഒരു 10 മടങ്ങെങ്കിലും കൂട്ടും ഈ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ. ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് യൂസ് കേസ്. സെക്കൻഡ്, ഇൻബൗണ്ട് മെസ്സേജസ് റിപ്ലൈസ്. അപ്പോൾ നമ്മളുടെ വാട്സപ്പ് നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മെസ്സേജസ് കണ്ടിന്യൂസ് ആയിട്ട് വരാനുള്ള ചാൻസുകളുണ്ട്. ഇറ്റ് കുഡ് ബി വിത്ത് സപ്പോർട്ട്, സെയിൽസ് ഓർ എനിത്തിങ്. അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഗൂഗിൾ ബിസിനസ്സിൽ ചാറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടണിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് ഇനി ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിലേക്ക് മെസ്സേജ് വരാനും അവിടെ AI വെച്ചിട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. നിങ്ങൾക്കറിയാം, ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും നമുക്ക് വാട്സപ്പ് ബട്ടൺ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ട്രാഫിക് ഡ്രൈവ് ചെയ്യാം, ആ വരുന്ന മെസ്സേജസിന് റിപ്ലൈസ് കൊടുക്കാം. നൗ നിങ്ങൾക്ക് വാട്സപ്പ് ബിസിനസ്സിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് വഴി വരുന്ന ട്രാഫിക് ലൈക്ക് സ്റ്റാറ്റസ് കണ്ടിട്ട് വരുന്ന അതിനെയും നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. സോ വരുന്ന എല്ലാ മെസ്സേജസിനെയും ഇത് ഏത് സമയത്തും ഹാൻഡിൽ ചെയ്യുമെന്ന് പറയുന്നത് വലിയ അഡ്വാൻറ്റേജ് ആണ്. കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം അഗെയിൻ സെയിം, വരുന്ന കസ്റ്റമർ എൻക്വയറീസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ദിസ് ഈസ് വെൽ എക്യുപ്ഡ്. ഓക്കെ, ദെൻ അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ്സ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വരുന്ന മെസ്സേജസിലൂടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ടെലികോളർ ഉണ്ടായിരിക്കും, ഒരു സ്റ്റുഡൻറ് കൗൺസിലർ ഉണ്ടായിരിക്കും. ഇവരുടെ രണ്ടുപേരുടെയും പണി എന്ന് പറയുന്നത്, ടെലികോളർ ലീഡിനെ വിളിച്ചിട്ട് സ്റ്റുഡൻറ് കൗൺസിലറുടെ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യിക്കുന്നു, എന്നിട്ട് സ്റ്റുഡൻറ് കൗൺസിലർ സംസാരിക്കുന്നു, എന്നിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നു എങ്ങോട്ട്, നമ്മളുടെ സെൻറ്ററിലേക്ക്. ദാറ്റ്സ് ഹൗ ദിസ് പെർട്ടിക്കുലർ കമ്പനി വർക്ക്സ്, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി. നൗ ഇമാജിൻ എ ഡിഫറെൻറ്റ് സിനാരിയോ. AI വിൽ ചാറ്റ് വിത്ത് ദം. ഓക്കെ, ചാറ്റ് ചെയ്തിട്ട് അപ്പോയിൻമെന്റ് ബുക്കിംഗ് ഓട്ടോമാറ്റിക്കലി ചെയ്യിപ്പിക്കും. ആര്? നമ്മുടെ AI ചെയ്യിപ്പിക്കും. അപ്പോൾ ഒരു ടെലികോളറുടെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, സെക്കൻഡ്ലി, ഈ അപ്പോയിൻമെന്റ് ബുക്കിംഗ് ഓൾറെഡി നമ്മളുടെ കൗൺസിലറുടെ കലണ്ടറുമായിട്ട് സിങ്ക് ചെയ്യുന്നത് കൊണ്ട് ആ കൗൺസിലർ അത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. AI വിൽ ഡു അതർ തിങ്സ്. ഈവൻ ആ മീറ്റിങ്ങിന് മുന്നേ കസ്റ്റമറെ റിമൈൻഡ് ചെയ്യുന്ന പ്രോസസ്സ് പോലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ ദിസ് വൺ സെഷൻ ഈസ് ഗോയിങ് ടു ചേഞ്ച് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ യുവർ ബിസിനസ്, റൈറ്റ്? നൗ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ടോ? പുട്ട് ഇൻ ചാറ്റ്, കമൻറ്റ് യെസ് ഇഫ് യു ഫീൽ സോ. ഇത്രയും ഞാൻ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഇനി ലൈവായിട്ട് കാണാൻ പോകുന്നത്. ഹൗ ടു ഇംപ്ലിമെന്റ് എ സിസ്റ്റം ലൈക്ക് ദിസ്. സോ കം ടു ചാറ്റ് and let me see how many of you feel that this is going to be relevant for you. 100%, yes, 100%, 100%. കുറേ പേര് 100% നിട്ടിട്ടുണ്ട്. ഗ്രേറ്റ്. യെസ്, അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റിവെക്കുക. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ യൂസ് കേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആദ്യമേ പറയട്ടെ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വി ഷുഡ് ഹാവ് എ പ്രോപ്പർ പ്ലാൻ ഫസ്റ്റ്. ഈ പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇപ്പം ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് ഇതിനെ നമ്മൾ ഒരു മൈൻഡ് മാപ്പിംഗ് എന്ന് പറയാം. ഈ മൈൻഡ് മാപ്പിംഗ് ചെയ്തിട്ട് വേണം ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുമ്പോൾ. ഇത് മാൻഡേറ്ററി ആണ്. പക്ഷേ AI ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര ഡീറ്റെയിലിംഗ് വേണ്ടെങ്കിലും ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുമ്പോൾ ഇൻറ്റൻഷൻ മാത്രം പോരാ, മെസ്സേജസ്, ടെംപ്ലേറ്റ്സ് എല്ലാം നമ്മൾ വർക്ക് ചെയ്യണം. ബട്ട് AI വരുമ്പോൾ നിങ്ങൾക്ക് പണി കുറവാണ്, പക്ഷെ ഇൻറ്റൻഷൻ ഹാസ് ടു ബി വെരി ക്ലിയർ, റൈറ്റ്? ഇനി എന്താണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഒരു വെയിറ്റ് ലോസ് സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനിയുടെ ഒരു ചാറ്റ് ബോട്ട് സിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. നൗ ഡി ടബാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. കൊടുങ്ങല്ലൂർ ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓൺലൈനാണ് അവരുടെ സർവീസ്. നമ്മളുടെ ഒരു ഫ്രണ്ടാണ് നമ്മളുടെ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഓൺലൈനാണ് അവരുടെ പ്രോഗ്രാം, അവരുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാം. അവർക്ക് പ്രീമിയം പാക്കേജ് ഉണ്ട്, ബേസിക് പാക്കേജ് ഉണ്ട്, മൊബൈൽ ആപ്പ് ഉണ്ട്,
ഒരുപാട് യൂസേഴ്സ് ഉണ്ട്, ഒരുപാട് റീച്ച് ഉണ്ട്, ഒരുപാട് റിസൾട്ട് തരുന്ന ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാമാണ് ഡീറ്റ പാറ്റയുടെ. അപ്പോൾ അവരുടെ ഒരു കസ്റ്റമർ എൻക്വയറി വരികയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? സ്റ്റെപ്പ് 1, ന്യൂ ലീഡ്സ്. ഈ ന്യൂ ലീഡ് പല സ്ഥലത്തുകൂടെ വരാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരാം, ഫേസ്ബുക്ക് ലീഡ്സ് ആയിട്ട് വരാം, വാട്സപ്പിൽ വരാം. ആ വരുന്ന ലീഡിനോട് അടുത്ത സ്റ്റെപ്പ് AI കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. AI ചോദിക്കും ഈ ന്യൂ ലീഡിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. ഇവിടെ ചോദിക്കുന്ന സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആ കസ്റ്റമറുടെ ഹൈറ്റും വെയിറ്റും ചോദിക്കും. ഓക്കെ, ഹൈറ്റും വെയിറ്റും ചോദിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ഈ AI തന്നെ BMI കാൽക്കുലേറ്റ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ടെലികോളർ ആണ് ഒരാളെ വിളിച്ചിട്ട് സാറിന്റെ ഹൈറ്റ് എത്രയാണ്, വെയിറ്റ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ BMI കാൽക്കുലേറ്ററിൽ മറ്റേ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാനെടുക്കുന്ന ആ ഒരു ടൈമും, അങ്ങനെ പറ്റുന്ന ചില ആൾക്കാർക്ക് അത് അതുപോലും പറ്റാറില്ല. കോൺവെർസേഷൻ്റെ ഇടയിൽ BMI കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ഹിയർ ഇത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പറയും, സുബിലാൽ യുവർ ഹൈറ്റ് ഈസ് ദിസ്, യുവർ വെയിറ്റ് ഈസ് ദിസ്, യുവർ BMI ഈസ് ദിസ്. ഓക്കെ, ആൻഡ് BMI പ്രകാരം ഞാൻ വെയിറ്റ് കുറയ്ക്കുകയാണോ വേണ്ടത്, വെയിറ്റ് കൂട്ടുകയാണോ വേണ്ടത് എന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ AI തന്നെ പറയും നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മളുടെ കയ്യിൽ ഒരു പാക്കേജ് ഉണ്ട്. ഡു യു വാണ്ട് ഇറ്റ്? അതായത് വെയിറ്റ് ലോസ് പാക്കേജ് ഉണ്ട് നമുക്ക്. ആർ യു ഇൻട്രസ്റ്റഡ് ഓർ നോട്ട്? യെസ് എന്ന് പറയുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. We have two packages. One is premium package and one is basic package. BMI എന്താണെന്ന് ചോദിക്കുന്നുണ്ട് സലാഹുദ്ദീൻ. BMI എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ്. അതായത് ഒരാളുടെ ഹൈറ്റും വെയിറ്റിനും അനുസരിച്ചിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് അയാൾ ഓവർ വെയിറ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ BMI കൂടുതലാണെങ്കിൽ ഓവർ വെയിറ്റ് ആണെന്നാണ് അർത്ഥം. BMI കുറവാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറവാണെന്നാണ് അർത്ഥം. ഓക്കെ, സോ വെയിറ്റ് കൂടുതലാണെങ്കിൽ അയാൾക്ക് പോകേണ്ടത് വെയിറ്റ് ലോസ് പാക്കേജ് ആണ്. വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ പാക്കേജ് ആണ് പോകേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 2 പാക്കേജസ് ഉണ്ട്. പ്രീമിയം പാക്കേജും ഉണ്ട്, ബേസിക് പാക്കേജും ഉണ്ട് വെയിറ്റ് ലോസിൽ. പക്ഷെ വെയിറ്റ് ഗെയിനിൽ നമുക്കൊരു പാക്കേജ് അവിടെ ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ വേറൊരു സിസ്റ്റം റൺ ചെയ്യും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇനി കസ്റ്റമറോട് ചോദിക്കുകയാണ്, ഗ്രേറ്റ്, യു ആർ റെഡി ടു ഗോ വിത്ത് അവർ വെയിറ്റ് ലോസ് പാക്കേജ്. നൗ we have 2 packages. One is basic package, one is premium package. Which package would you prefer? ഇതിന്റെ രണ്ടിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് കസ്റ്റമർ പറയാണ്, ഐ ആം ഹാപ്പി വിത്ത്, ഐ വുഡ് ലൈക്ക് ടു ട്രൈ ദ പ്രീമിയം പാക്കേജ് എന്ന് പറയുമ്പോൾ പ്രീമിയം പാക്കേജിന്റെ പേയ്മെന്റ് ലിങ്കും ഡീറ്റെയിൽസും കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും സ്പോട്ടിൽ. ദിസ് ഈസ് ഹാപ്പനിങ് വിത്തിൻ സെക്കൻഡ്സ്. ഇവിടെ മിനിറ്റുകൾ പോലും എടുക്കുന്നില്ല ഈ പ്രോസസ്സിൽ. കസ്റ്റമർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യുന്നു. ആൻഡ് നമുക്കറിയാം കസ്റ്റമേഴ്സ് എല്ലാവരും ഒന്നും അവിടെ പേയ്മെന്റ് ചെയ്യാൻ പോകുന്നില്ല. ദേ വാണ്ട് ടു, ഒരാൾ വിളിച്ച് സംസാരിക്കണമെന്ന് നിർബന്ധമുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും ഒരു പക്ഷേ കൂടുതൽ. ചില ആൾക്കാർ ഡയറക്റ്റ്ലി പേയ്മെന്റ് ചെയ്യുകയും ചെയ്യും. കാരണം ബിക്കോസ് ചിലപ്പോൾ അവർ ഈ ബ്രാൻഡിനെ, ഈ കമ്പനി അറിയുന്നുണ്ടായിരിക്കും, അവർക്കത് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അർജൻസി ഉണ്ട്. മേ ബി ദേ വിൽ ക്ലിക്ക് ആൻഡ് മേക്ക് പേയ്മെന്റ്. പേയ്മെന്റ് നടന്നില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫോളോ അപ്പ് ചെയ്യും. ആ പേയ്മെന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കസ്റ്റമർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദെൻ വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. സോ ഈ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ കമ്പനിക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഏത് ചാനൽ വഴി ലീഡ്സ് വന്നു കഴിഞ്ഞാലും ദിസ് പ്രോസസ് വിൽ കീപ് റണ്ണിങ് ഡേ നൈറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടെക്നോളജി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിസിനസ് 360 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ദിസ് ഈസ് ആൻ ഓൾ ഇൻ വൺ ബിസിനസ് ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോം വിത്ത് AI. ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടുന്ന ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബിസിനസ് 360. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഒരുപാട് വാട്സപ്പിന് ഒരു പ്ലാറ്റ്ഫോം, CRM ഒരു പ്ലാറ്റ്ഫോം, ഇൻ്റഗ്രേഷൻ ഒരു പ്ലാറ്റ്ഫോം, AIക്ക് വേറെ പ്ലാറ്റ്ഫോം, ഫണലിന് വേറെ പ്ലാറ്റ്ഫോം. ഇത് എല്ലാം കൂടെ ചേർന്നിട്ട് അവസാനം കോസ്റ്റും ഭയങ്കര കൂടുതൽ, ടെക്നോളജി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, മാനേജ്മെന്റ് ഭയങ്കര ടഫാണ്. അങ്ങനെയുള്ള പല ആൾക്കാരും ഇന്ന് ഈ നമ്മളുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് വാട്സാപ്പ് പ്ലാറ്റ്ഫോം സെറ്റപ്പ് ആണ്. അപ്പോൾ വാട്സാപ്പ് പ്ലാറ്റ്ഫോം സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മെറ്റ ബിസിനസ് മാനേജർ അക്കൗണ്ട് വേണം. ഓക്കെ, അതായത് ഫേസ്ബുക്ക് ബിസിനസ് അക്കൗണ്ട് വേണം. ഇത് മാൻഡേറ്ററി ആണ്. കാരണം ഇതിന്റെ ബില്ലിംഗ് നടക്കുന്നത് നമ്മുടെ മെറ്റ ബില്ലിംഗ് ആണ് നടക്കുന്നത്.
രണ്ട്, നിങ്ങൾക്കൊരു ബിസിനസ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ബിസിനസ് വെരിഫിക്കേഷൻ ഇല്ലാതെയും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവൽ ഓഫ് ഗ്രോത്ത് നിങ്ങൾക്ക് അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ബിസിനസ് വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്, നിങ്ങളുടെ പേജസ് എല്ലാം ആഡ് ചെയ്തിട്ട് ബിസിനസ് വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. ബിസിനസ് വെരിഫിക്കേഷന് നിങ്ങളുടെ കമ്പനി ഡോക്യുമെന്റ്സും നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫും കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ എ ഡേ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അപ്രൂവൽ തരും. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വെരിഫൈഡ് ആയി എന്നാണ് അർത്ഥം. തേർഡ് തിങ്, നിങ്ങൾ പേയ്മെന്റ് മെത്തേഡ് ആഡ് ചെയ്യുക, നിങ്ങളുടെ കാർഡുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വാട്സപ്പ് ബിസിനസ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് പ്ലാറ്റ്ഫോം സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ഓക്കെ, പക്ഷെ അത് നിങ്ങൾ ഇവിടെ ചെയ്യണമെന്നില്ല, നിങ്ങൾ അത് മെറ്റയിൽ ചെയ്യണമെന്നില്ല. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് മാൻഡേറ്ററി ആണ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് യൂസിങ് വാട്സപ്പ് API. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ദെൻ കംസ് യുവർ ഞാൻ API പ്ലാറ്റ്ഫോം കാണിച്ചു തരാം. സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ബിസിനസ് 360 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇതിനകത്ത് ഇങ്ങനെ ഒരു വാട്സപ്പ് എന്ന് പറഞ്ഞൊരു സ്ക്രീൻ നിങ്ങൾക്ക് വരും. ഇവിടെ വാട്സപ്പ് ബിസിനസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇവിടെ ജസ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ അത് നിങ്ങൾ ചെയ്യേണ്ടി വരില്ല, കാരണം ഇത് മോസ്റ്റ്ലി ഞങ്ങൾ തന്നെയാണ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാറുള്ളത്. പക്ഷെ അത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, ഞങ്ങൾ ഇവിടുന്ന് ലോഗിൻ കൊടുത്ത് നിങ്ങളുടെ മെറ്റ അക്കൗണ്ട് ആക്സസ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നമ്പർ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇവിടെ ഞാൻ നിങ്ങൾക്ക് 2 നമ്പർ കാണിച്ചു തരാം. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം അപ്രൂവ്ഡ് ആണ്, ഒരെണ്ണം ഡിക്ലൈൻഡ് ആണ്. ഈ അപ്രൂവ്ഡ് ആയിട്ടുള്ള നമ്പർ എന്തിനാണ് അപ്രൂവ്ഡ്, എന്തിനാണ് ഡിക്ലൈൻഡ്, ഇതിനാണ് നമ്മൾ കമ്പനി ബിസിനസ് വെരിഫിക്കേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. ബിസിനസ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പനി ഡോക്യുമെന്റ്സുമായിട്ട് അലൈൻ ആകുന്ന രീതിയിൽ എൻ്റെ പേര് എനിക്ക് വെരിഫൈഡ് ആയിട്ട് കിട്ടി. പക്ഷേ ഞാനിവിടെ നമ്മളുടെ സാറക്കുട്ടിയുടെ വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ആ പേര് ഡിക്ലൈൻഡ് ആയി. അപ്പോൾ എൻ്റെ ഡിസ്പ്ലേ നെയിം ഡിക്ലൈൻഡ് ആണ്. ഓക്കെ, നൗ മെസ്സേജിങ് ലിമിറ്റ് നോക്കി. അപ്പോൾ ഡിസ്പ്ലേ നെയിം അപ്രൂവ് ആയി കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നമ്പറിൽ നിന്ന് ഒരാൾക്ക് മെസ്സേജ് പോകുമ്പോൾ അവിടെ എൻ്റെ പേര് എഴുതി കാണിക്കും. നൗ മെസ്സേജിങ് ലിമിറ്റ് നിങ്ങൾക്ക് നോക്കി അറിയാം. ഇവിടെ 1000 കസ്റ്റമേഴ്സ് പെർ 24 hours ആണ് മുകളിൽ, താഴെ 1 lakh കസ്റ്റമേഴ്സ് പെർ 24 hours ആണ്. ഇത് നമ്മളുടെ ക്വാളിറ്റി ആണ്. നമ്മുടെ Tier 1, Tier 2, Tier 3 എന്ന് പറയും ഇതിന്. നമ്മൾ വാട്സപ്പ് API കണക്ഷൻ എടുത്ത് ഫസ്റ്റത്തെ കണക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 250 മെസ്സേജസ് ആണ്. പിന്നെ അത് 1000 ആകും, പിന്നെ 10,000 ആകും, പിന്നെ 1 lakh ആകും. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ യൂസേജ്. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്കിത് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് ഒരു ദിവസം 1,00,000 ആൾക്കാർക്ക് മെസ്സേജ് അയക്കാൻ ഒറ്റ ക്ലിക്ക് മതി. ദാറ്റ് ഈസ് മൈ കപ്പാസിറ്റി. നൗ ക്വാളിറ്റി ആസെറ്റ്സ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ദാറ്റ് ഈസ് നൺ. ബട്ട് ഇവിടെ നമ്മളുടെ നോർമൽ വാട്സപ്പിൽ, നമ്മളുടെ നോർമൽ വാട്സപ്പ് ഇൻ ദ സെൻസ് നമ്മളുടെ വാട്സപ്പിന് ഗ്രീൻ ആണ് നമ്മുടെ സ്കോർ. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മുകളിൽ കാണാം, മെറ്റ ബിസിനസ് വെരിഫിക്കേഷൻ വെരിഫൈഡ്. ഇത് ഇപ്പോൾ നിങ്ങൾക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മെറ്റയുടെ കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ ഈ പ്രോസസ്സ് പറയുന്നുണ്ട്. അതർവൈസ് ഓൾസോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും ഹൗ ടു വെരിഫൈ ഫേസ്ബുക്ക് ബിസിനസ് എന്നുള്ളത്. ഡു ഇറ്റ്. അതിനുശേഷം ഇവിടെ വന്നിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് പ്ലാറ്റ്ഫോം കണക്ട് ചെയ്യാം. ഓക്കെ, ദെൻ വാട്ട് നെക്സ്റ്റ്? അപ്പോൾ വാട്സപ്പ് പ്ലാറ്റ്ഫോം അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. മൊബൈൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളെ പേര് ആഡ് ചെയ്യുന്നു, പേര് ആഡ് ചെയ്യുന്നു. പേര് ആഡ് ചെയ്തിട്ട് ഗോ ടു വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു OTP വരും. അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്താൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എക്സിസ്റ്റിംഗ് വാട്സപ്പ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇല്ലാത്ത ഏതെങ്കിലും ഒരു വാട്സപ്പ് ഇല്ലാത്ത ഏതെങ്കിലും നമ്പർ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ കൊടുത്ത നമ്പർ നോർമൽ വാട്സാപ്പ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ കൊടുത്ത നമ്പർ വാട്സപ്പ് ബിസിനസ് ആണ്, വാട്സപ്പ് API അല്ല. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാട്സപ്പ് ബിസിനസ്സിനെയും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
ഓക്കെ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ബിസിനസ്സിന് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. ഗോട്ട് ഇറ്റ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു API പുതിയ നമ്പർ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിവിടെ ഡിലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാട്സപ്പ് ബിസിനസ്സിന് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയുന്നവർക്ക് മനസ്സിലാവും. ഇതുവരെ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മളുടെ ഒരു വാട്സപ്പ് ബിസിനസ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇനി ആ നമ്പറിലേക്ക് AI ഏജന്റിനെ കൊണ്ടുവരണമെങ്കിൽ ദാറ്റ് ഈസ് പോസിബിൾ. അത് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ APIയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ആവശ്യമില്ല. സോ ദിസ് ഈസ് എ മേജർ അപ്ഡേറ്റ്. ഓക്കെ. നൗ നെക്സ്റ്റ് സ്റ്റെപ്പ്, ക്രിയേറ്റ് മെസ്സേജ് ടെംപ്ലേറ്റ്സ്. അപ്പോൾ വാട്സപ്പ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയക്കേണ്ടതായിട്ടുള്ള മെസ്സേജുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അയക്കേണ്ടതായിട്ടുള്ള മെസ്സേജുകൾ എന്ന് പറയുമ്പോൾ കസ്റ്റമർ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജസ് അയക്കുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ടെംപ്ലേറ്റ്സ്. ഇനി ഞാൻ പറഞ്ഞിരുന്നു AI ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ടെംപ്ലേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ദർ ആർ സം സ്പെസിഫിക് മെസ്സേജസ് വിച്ച് വി നീഡ് ടു ക്രിയേറ്റ് ആസ് എ ടെംപ്ലേറ്റ്, ബിക്കോസ് നമ്മളുടെ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അയക്കുമ്പോൾ അതിനൊരു ടെംപ്ലേറ്റ് ആയിട്ട് വൃത്തിക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് 5 ടെംപ്ലേറ്റ് ആണ്. വെൽക്കം മെസ്സേജ്, വെയിറ്റ് ഗെയിൻ പാക്കേജ്, വെയിറ്റ് ലോസ് പാക്കേജ്, വെയിറ്റ് ലോസ് പ്രീമിയം പാക്കേജ് ആൻഡ് ബിഫോർ അപ്പോയിൻമെന്റ് റിമൈൻഡർ. ഇങ്ങനെ 5 ടെംപ്ലേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ബേസിക് പ്ലാൻസിന്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബേസിക് പ്ലാൻ, പ്രീമിയം പ്ലാൻ. നമ്മൾ ഇത് ശരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, ബിക്കോസ് നമ്മളൊരു ലൈവായിട്ട് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. സോ ദാറ്റ് യു ക്യാൻ ലേൺ ഇറ്റ് ഇൻ റിയൽ ടൈം. അപ്പോൾ ഞാനിവിടെ ടെംപ്ലേറ്റ്സിലേക്ക് പോയി വാട്സപ്പിൽ തന്നെ ആൻഡ് ക്രിയേറ്റ് ടെംപ്ലേറ്റ് എടുത്തു. അപ്പോൾ ഇതാണ് ടെംപ്ലേറ്റ്. എന്താണ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ ഡിഫൈൻഡ് മെസ്സേജ് ഫോർമാറ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെക്കുന്നതിനാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. സോ ടെംപ്ലേറ്റ് നെയിം, അപ്പോൾ ഞാനിവിടെ BMI വെൽക്കം മെസ്സേജ് ഇതിന് പേര് കൊടുത്തു. പേര് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് സ്പേസ് പറ്റില്ല, അണ്ടർസ്കോർ ആണ് വരിക. കാറ്റഗറി ഈസ് യൂട്ടിലിറ്റി. 2 ടൈപ്പ് മെസ്സേജസ് ഉണ്ട്, ഒന്ന് മാർക്കറ്റിംഗ് ആൻഡ് യൂട്ടിലിറ്റി. ഞാനിവിടെ യൂട്ടിലിറ്റി എടുക്കുന്നത് കാരണം ഇത് ഇങ്ങോട്ട് വരുന്ന മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ലാംഗ്വേജ് ഈസ് ഇംഗ്ലീഷ്. ഇനി എനിക്കിവിടെ ഹെഡറായിട്ട് ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ, ഡോക്യുമെന്റ്, ലൊക്കേഷൻ എന്ത് വേണമെങ്കിലും എനിക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഹെഡറായിട്ട്, ഹെഡർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ മെസ്സേജിന്റെ ടോപ്പിൽ വരുന്നത്. അപ്പം ഞാനിവിടെ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, just to give a feel that they are talking with a woman. So let's pick it up. ഒന്നുമില്ല, ഒരു വെൽനസ് കൺസൾട്ടന്റുമായിട്ടാണ് സംസാരിക്കുന്ന ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. വേറെ ഈ ഒരു ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ അത് വെക്കാം, അല്ലെങ്കിൽ അത് വെക്കാം. ഞാനിവിടെ നിന്നിട്ട് മെസ്സേജ് ഹലോ, how are you? I know that you want to check your BMI. If so, click the button below to chat with me to calculate your BMI. So let's say, hello, this is Alice. How are you today? ഓക്കെ, ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഇതിൽ കഥയൊന്നുമില്ല, പക്ഷേ മെസ്സേജ് അയക്കുന്ന ആൾക്കൊരു ഭയങ്കര രസമായിരിക്കും. I know that you want to check your BMI. If so, click the button below to chat with me to calculate your BMI. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ടെംപ്ലേറ്റിന് താഴെ നമ്മളൊരു ബട്ടൺ ആഡ് ചെയ്യും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ BMI കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു വേരിയബിൾസ്, ഇവിടെ ഞാൻ ഹലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു രാജേഷ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ രാജേഷിൻ്റെ പേര് ഹലോ രാജേഷ് എന്ന് പറയും. സന്തോഷ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഹലോ സന്തോഷ് എന്ന് പറയും. വേരിയബിളായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ ഞാൻ ക്ലിക്ക് ദ ബട്ടൺ ബിലോ എന്ന് പറഞ്ഞിട്ട് താഴെ ബട്ടൺ കൊടുക്കുകയാണ്.
ബട്ടൺ ചൂസ് ചെയ്തു. എന്നിട്ട് ഇവിടെ കാൽക്കുലേറ്റ് മൈ BMI. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണും, ഇങ്ങനെ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആവും. ദിസ് ഇസ് ആലിസ്, ഹൗ ആർ യു ടുഡേ, ഐ നോ ദാറ്റ് യു വാണ്ട് ടു ചെക്ക് യുവർ BMI, യൂസ് ക്ലിക്ക് ബട്ടൺ ബിലോ, ബട്ടൺ വന്നു, ക്രിയേറ്റ്. അപ്പോൾ നമ്മൾ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇത്രേ ഉള്ളൂ. ലൈക്ക് ഇറ്റ്സ് വെരി ഈസി, ഇറ്റ്സ് മാറ്റർ ഓഫ് ഫ്യൂ മിനിറ്റ്സ്. ഇനി നമുക്ക് അടുത്ത ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അടുത്ത ടെംപ്ലേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തായിരുന്നു നമ്മളുടെ ആവശ്യം? വെയിറ്റ് ഗെയിൻ പാക്കേജിനെ കുറിച്ച് പറയാനാണ്. ഓക്കെ, സോ ഇതൊന്ന് സേവ് ആവട്ടെ. അപ്പോൾ വെയിറ്റ് ഗെയിൻ പാക്കേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വെയിറ്റ് ഗെയിനിന് ഇവർക്കൊരു പ്രോഗ്രാം ഇല്ല. ഓക്കെ, പ്രോഗ്രാം ഇല്ല എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ വെയിറ്റ് ലോസ് പ്രോഗ്രാമേ ഉള്ളൂ, വെയിറ്റ് ഗെയിൻ പ്രോഗ്രാം ഇല്ല. അപ്പോൾ വെയിറ്റ് ഗെയിൻ പ്രോഗ്രാമിന് നമ്മൾ ഇവരോട് ഇൻബൗണ്ട് അപ്പോയിൻമെന്റ് ബുക്കിംഗ് ആണ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് AI വെച്ചിട്ട് അപ്പോയിൻമെന്റ് ബുക്കിംഗ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് ഫ്ലോ എന്ന ഒരു ലൈക്ക് ഇപ്പോൾ സ്മിത ചോദിക്കുന്നത് വാട്ട് ഇഫ് കസ്റ്റമർ ഡസൻ ഗീവ് നെയിം എന്നുള്ളതാണ്. നെയിം അവർ തരേണ്ട കാര്യമില്ല. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ നെയിം അവിടെ നിന്ന് ഫെച്ച് ആവും. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ നെയിം ഫെച്ച് ആവും. അപ്പോൾ ഇനി ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലോസ് എന്ന് പറഞ്ഞാൽ വാട്സപ്പിന്റെ മറ്റൊരു ഫീച്ചറാണ്, വാട്സപ്പ് APIയുടെ ഒരു ഫീച്ചറാണ്. നമുക്ക് വാട്സപ്പിൽ തന്നെ അപ്പോയിൻമെന്റ് ബുക്കിംഗ് ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് വാട്സപ്പ് ഫ്ലോ. ഒന്നുകിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ AI യൂസ് ചെയ്യാം. അപ്പോൾ വാട്സപ്പ് ഫ്ലോ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല, കാരണം ലൈക്ക് അത് നമുക്ക് AI വെച്ചിട്ട് ചെയ്യാം. കുറച്ചും കൂടെ എക്സ്പീരിയൻസ് നല്ലത് വാട്സപ്പ് ഫ്ലോനേക്കാളും AI ആണ്. സോ വിൽ ഗോ വിത്ത് AI. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ഗെയിൻ പാക്കേജിന് വേണ്ടിയിട്ട് ഞാൻ ടെംപ്ലേറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് വെയിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അത് ഫ്ലോ ആയിട്ട് ചെയ്യാം, ടെംപ്ലേറ്റ് ആയിട്ട് ചെയ്യാം. ടെംപ്ലേറ്റ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ബുക്കിങ്ങിന്റെ ലിങ്ക് ബട്ടണിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഏത് രീതി വേണമെങ്കിലും എടുക്കാം. പക്ഷേ എങ്കിലും ഞാൻ കുറച്ചും കൂടെ അവിടെ AI യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്യുക, ആ പരിപാടിയൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും AI വെച്ചിട്ട് ചെയ്യുമ്പോൾ. ഐ ഷോ ദാറ്റ്. ദെൻ വെയിറ്റ് ലോസ് ബേസിക് പാക്കേജ്, വെയിറ്റ് ലോസ് പ്രീമിയം പാക്കേജ്, ഇത് നമുക്ക് രണ്ടും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്ത ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇത് BMI വെയിറ്റ് ലോസ് ബേസിക്, ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഒരു ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്യാണ്. വെയിറ്റ് ലോസ് ബേസിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബേസിക് പാക്കേജ്. സോ ബേസിക് പാക്കേജ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ്. The details of the basic package are as follows. Okay, works with recorded video in our mobile app. ഓക്കെ, പാക്കേജ് പ്രൈസിങ്ങും കൊടുത്തിട്ടുണ്ട്. ഡൺ. അപ്പോൾ പാക്കേജിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെന്റ് ലിങ്ക് ആണ്. ക്ലിക്ക് ദ ബട്ടൺ ബിലോ ടു രജിസ്റ്റർ നൗ. സോ ഇതാണ് നമുക്ക് ആൾക്കാരിൽ നിന്ന് പേയ്മെന്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. സോ ഞാൻ ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യാം. NUYN. ഓക്കെ, ഇതാണ് പേയ്മെന്റ് ലിങ്ക് കേട്ടോ. പേയ്മെന്റ് കളക്ട് ചെയ്യാനുള്ള ലിങ്ക്. ഇവിടെ ടെക്സ്റ്റ് ഞാൻ മാറ്റുകയാണ്, ജോയിൻ നൗ. അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ് ലോസ് പാക്കേജിൽ എൻറോൾ ചെയ്യാം. ക്രിയേറ്റ്. ഇനി അടുത്തത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് പ്രീമിയം പാക്കേജ് ആണ്.
പ്രീമിയം പാക്കേജിന്റെ കണ്ടന്റ് ഇതാണ്. അപ്പോൾ ഇത് ഞാൻ കോപ്പി ചെയ്യാണ്. ക്രിയേറ്റ് ടെംപ്ലേറ്റ്, ടെക്സ്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. മന്ത്ലി 4000 ആണ് ഈ ഒരു പാക്കേജിന്റെ പ്രൈസ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കോപ്പി ചെയ്ത് കൊടുത്തു. ഡീറ്റെയിൽസ് ഓഫ് ദി പ്രീമിയം പ്ലാൻ. ഓക്കെ, ഇനി ടൈറ്റിൽ ഞാൻ കൊടുക്കുകയാണ് BMI വെയിറ്റ് ലോസ് പ്രീമിയം പ്ലാൻ, യൂട്ടിലിറ്റി ആൻഡ് ഇംഗ്ലീഷ്. ഇമേജ് അപ്ലോഡ് ചെയ്യാണ് പ്രീമിയം പ്ലാനിന്റെ. ഓക്കെ, പ്രീമിയം പാക്കേജ് ₹4000 പെർ മന്ത്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ബട്ടൺ ആണ്. ക്ലിക്ക് ദ ബട്ടൺ ബിലോ ടു join now. So that is 4000 per month. So yeah, I'm adding the button, visit website. Okay. Join now. Create. ഇനി നമുക്ക് ഏത് പാക്കേജാണ് ക്രിയേറ്റ് ചെയ്യാനുള്ള അപ്പോയിൻമെന്റ്? ബിഫോർ അപ്പോയിൻമെന്റ് റിമൈൻഡർ. ഓക്കെ, സോ ബിഫോർ അപ്പോയിൻമെന്റ് റിമൈൻഡർ എന്ന് പറയുന്നത് നമ്മുടെ ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് മെസ്സേജ് ആയിട്ട് കൊടുക്കാം. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലിങ്ക് ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ അപ്പോയിൻമെന്റ്സ് എടുക്കുന്ന ഒരു സ്പെസിഫിക് സൂം ലിങ്ക് ആണ്, ഫിക്സഡ് ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫിക്സഡ് ലിങ്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ വേരിയബിൾ ആയിട്ടുള്ള ലിങ്ക് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. അപ്പം ഞാൻ ഈ അപ്പോയിൻമെന്റ് ബുക്കിംഗ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, നമുക്കതും AI വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിവിടെ 3 ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നൗ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. Now third step is create automation workflow. ഇനി ഇത് വർക്ക് ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ മെസ്സേജസ് ക്രിയേറ്റ് ചെയ്തു, AI ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ അതിന് ഇനി നമുക്ക് ഓട്ടോമേഷൻ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമുക്ക് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് പോവുകയാണ്. അതിനകത്ത് പോയിട്ട് ക്രിയേറ്റ് വർക്ക് ഫ്ലോ, സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ വർക്ക് ഫ്ലോ ആണ് എപ്പോഴും നമ്മളുടെ ഓട്ടോമേഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ് BMI workflow ഡെമോ വിത്ത് ഡി ടബാറ്റ എന്ന് കൊടുക്കാം. ഡി ടബാറ്റയുടെ പ്ലാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്തു. വർക്ക് ഫ്ലോയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? വർക്ക് ഫ്ലോയിൽ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പോകേണ്ടത്? നമ്മൾ വെൽക്കം മെസ്സേജ് ക്രിയേറ്റ് ചെയ്തില്ലേ, അതാണ് പോകേണ്ടത്. അപ്പം ഞാനിവിടെ ആക്ഷനിൽ വാട്സപ്പ് എടുത്തു. വാട്സപ്പ് എടുത്തതിന് ശേഷം ഏത് നമ്പറിൽ നിന്നാണ് പോകേണ്ടത്? എൻ്റെ വെരിഫൈഡ് ആയിട്ടുള്ള നമ്പർ, അതിൽ നിന്ന് BMI വെൽക്കം മെസ്സേജ് എന്നുള്ളതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്, അത് സേവ് ചെയ്തു. അപ്പോൾ ഇനി ആര് മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ഈ ഒരു വാട്സപ്പ് മെസ്സേജ് അവർക്ക് പോകും. ഓക്കെ, എന്ത് മെസ്സേജ് അയച്ചാൽ എന്നുള്ളത് നമുക്ക് ചെയ്യാം, പക്ഷെ ഒരു വെൽക്കം മെസ്സേജ് ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് പോകും. ഓക്കെ, ഈ മെസ്സേജ് പോകുമ്പോൾ നിങ്ങൾക്ക് താഴെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഡെലിവർ ആയിട്ടില്ലെങ്കിൽ. ഈ എല്ലാ മെസ്സേജും എല്ലാവർക്കും ഡെലിവർ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ബിക്കോസ് ചില ആൾക്കാരുടെ DND മോഡിലാണെങ്കിൽ മെസ്സേജസ് പോകത്തില്ല. ഓക്കെ, ചില ആൾക്കാർ നെറ്റ്വർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പോകത്തില്ല. പല പല റീസൺ കൊണ്ട് ഡെലിവർ ആവത്തില്ല. ആ ഡെലിവർ ആകാത്ത മെസ്സേജസ് നമുക്ക് അറിയാൻ പറ്റും. കാൽക്കുലേറ്റ് മൈ BMI എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തവരെ നമുക്ക് വേറെ തന്നെ അറിയാൻ പറ്റും. നമ്മൾ മെസ്സേജ് അയച്ചിട്ട് ഇവിടെ നമ്മൾ ടൈം ഔട്ട് കൊടുത്തിരിക്കുന്നത് 5 മിനിറ്റ്സ് ആണ്. നമ്മളുടെ മെസ്സേജ് അവർക്ക് ഡെലിവർ ആയി, എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടും അവർ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ അഡ്വാൻറ്റേജ്, ഈ ടൈം ഔട്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ഒരു ഫോളോ അപ്പ് മെസ്സേജ് അയക്കണമെങ്കിൽ അയക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ 3 ബ്രാഞ്ചസ് വന്നിരിക്കുന്നത്. സോ സേവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മളിവിടെ AI ഏജന്റിനെ ബിൽഡ് ചെയ്യാണ്. AI ഏജന്റിനെ നമ്മൾ എവിടെയാണ് വെക്കേണ്ടത്? നമ്മളിവിടെ കാൽക്കുലേറ്റ് മൈ BMI എന്ന് പറഞ്ഞ ഒരാൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് AI നെ കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പം ഞാനിവിടെ
അതിന് താഴെ ഒരു സ്റ്റെപ്പ് എടുത്തു. എന്നിട്ട് കോൺവെർസേഷൻ AI എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഓക്കെ, കോൺവെർസേഷൻ AI. ഇതിന് താഴെ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, കണ്ടോ? കുറെ ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റിനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോൺവെർസേഷൻ AI എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെയാണ്. അത് ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റ് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റാണിത്. അതായത് AI ഏജന്റിന്റെ പണി എന്ന് പറയുന്നത് BMI കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയാണ് BMI കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന്റെ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഫ് ദ BMI ഈസ് ഹൈ ഫോർ എ യൂസർ, ആസ്ക് ദം ഇഫ് ദേ നീഡ് സപ്പോർട്ട് ഫ്രം us to reduce weight. If the BMI is low for a user, ask them if they need support from us to gain weight. If yes, ask them their preference. Is it flexibility or personal monitoring? Flexibility ആണെന്നുണ്ടെങ്കിൽ ബേസിക് പാക്കേജ് ആണ് നല്ലത്. പേഴ്സണൽ മോണിറ്ററിംഗ് വേണമെന്നുണ്ടെങ്കിൽ പ്രീമിയം പാക്കേജ് ആണ് നല്ലത്. അപ്പോൾ അത് അവരുടെ നീഡിനനുസരിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം. ഇഫ് ദേ പ്രിഫർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് കൺവീനിയൻസ്, ബേസിക് പാക്കേജ് വിൽ ബി ബെറ്റർ. ഇഫ് ദേ നീഡ് മോർ കെയർ ആൻഡ് സപ്പോർട്ട്, പ്രീമിയം പാക്കേജ് വുഡ് ബി ബെറ്റർ. വി ഹാവ് 2 പാക്കേജസ്, ബേസിക് ആൻഡ് പ്രീമിയം. ഈ പാക്കേജസിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരോട് പറയുക, എന്നിട്ട് ഇത് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം അവരോട് റേറ്റ് പറയും. റേറ്റ് പറഞ്ഞതിന് ശേഷം ഏത് പാക്കേജ്, അപ്പം റേറ്റും കൂടെ പറഞ്ഞതിന് ശേഷമാണ് അവരോട് ഡിസിഷൻ എടുക്കാൻ പറയുന്നത്. എന്നിട്ടും അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇനി ഇത് പഠിപ്പിക്കാൻ പോവാണ് AI-നെ. ഇപ്പം ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തിട്ട് ഞാൻ അതിൻ്റെ പേഴ്സണാലിറ്റിയിൽ ആഡ് ചെയ്തു. You are a wellness coach. Your name is Zara അല്ല ആലീസ്. Okay. Your duty is to calculate the body mass index of users and recommend our weight loss package. If they okay. അപ്പോൾ നമ്മൾ അതിന് ഒരു എക്സാമ്പിളൊക്കെ കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് എടുത്തിട്ട് ഞാൻ ബാലൻസ് ഡീറ്റെയിൽസും കൂടെ ഇവിടെ കോപ്പി ചെയ്യാണ്. ഗോട്ട് ഇറ്റ്? നൗ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്. പേയ്മെന്റ് ലിങ്ക് ഫോർ ദി ഇവിടെ ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എങ്കിലും ഞാൻ വെറുതെ കൊടുക്കുകയാണ്, എന്താ സംഭവിക്കാൻ നോക്കാമല്ലോ. പേയ്മെന്റ് ലിങ്ക് ഫോർ ദി ബേസിക് പാക്കേജ്, പേയ്മെന്റ് ലിങ്ക് ഫോർ ദി പ്രീമിയം പാക്കേജ്. ഈ 2 പേയ്മെന്റ് ലിങ്കും കൂടെ നമ്മളിവിടെ കൊടുക്കാൻ പോവാണ്. സോ കോപ്പി ദാറ്റ്, പേസ്റ്റ് ഇറ്റ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഒരു കസ്റ്റമറെ കൊണ്ട് പേയ്മെന്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ പർച്ചേസ് ഓപ്ഷൻ ലിങ്ക് കൊടുക്കണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, നൗ അപ്പോൾ എന്താണ് ഇതിനെ ട്രെയിൻ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുത്തു. ഇനി വരുന്നത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് മൈ BMI എന്ന് പറഞ്ഞ ബട്ടണിൽ ഒരു കസ്റ്റമർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചോദ്യമാണ് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഉള്ളത് എന്നാണ്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ്, ഷുവർ കോണ്ടാക്ട് ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനാണെങ്കിൽ ഷുവർ സുബിലാൽ, ലെറ്റ്സ് വിൽ ഡു ദാറ്റ്. Can I have some details about you? അപ്പോൾ ചോദിക്കുകയാണ്, അതായത് കാൽക്കുലേറ്റ് മൈ BMI എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ഷുവർ സുബിലാൽ വിൽ ഡു ദാറ്റ്, ക്യാൻ ഐ ഹാവ് സം ഡീറ്റെയിൽസ് അബൌട്ട് യു എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, യുവർ ഡ്യൂട്ടി ഈസ് ടു കാൽക്കുലേറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ask the user about their height and weight. അപ്പോൾ ക്യാൻ ഐ ഹാവ് സം ഡീറ്റെയിൽസ് അബൌട്ട് യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ യെസ് എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഹൈറ്റും വെയിറ്റും ചോദിക്കും. ദെൻ ചാനൽ ചൂസ് ചെയ്യാണ് വാട്സാപ്പ്. എവിടെയാണ് AI വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചാനൽ ചൂസ് ചെയ്ത് കൊടുക്കാം, വാട്സാപ്പ്. ദെൻ ബോട്ട് റെസ്പോൺസസ് ലിമിറ്റ്, ഐ വുഡ് സേ 25 മെസ്സേജസ് മാക്സിമം ഒരാൾക്ക് കൊടുക്കുന്നത്. ആൻഡ് വെയിറ്റിംഗ് ടൈം
1 സെക്കൻഡ്. ഒരാൾ മെസ്സേജ് അയച്ചാൽ ഉടനടി പറ്റാവുന്നത്ര സ്പീഡിൽ റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ AI കോൺവെർസേഷൻ കഴിയുന്ന സമയത്ത് നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലാവും. ഒന്ന്, യൂസർ BMI ഈസ് low and need the weight gain പാക്കേജ്. ഇത് ഒരു സിനാരിയോ നമുക്ക് മനസ്സിലാവും BMI കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ. സെക്കൻഡ് സിനാരിയോ, യൂസർ BMI ഈസ് ഹൈ ആൻഡ് നീഡ് ദി വെയിറ്റ് ഗെയിൻ ബേസിക് പാക്കേജ്. ചിലപ്പോൾ കസ്റ്റമർ ചൂസ് ചെയ്യുന്നത് ബേസിക് പാക്കേജ് ആയിരിക്കും. ഇനി മറ്റൊരു സിനാരിയോ, BMI കൂടുതലാണ്, ബേസിക്കിന് പകരം പ്രീമിയം പാക്കേജ് ആയിരിക്കും അയാൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അയാളുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സിനാരിയോ ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഒന്നുകിൽ വെയിറ്റ് കുറവാണ്, അവിടെ നമുക്കൊരു പാക്കേജ് ഇല്ല, നമ്മളത് കൺസൾട്ടേഷനിലേക്ക് വിടും. വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ബേസിക് പാക്കേജ് ഉണ്ട്, പ്രീമിയം പാക്കേജ് ഉണ്ട്, സേവ്. കണ്ടോ? അപ്പോൾ ഈ AI ഇയാളുമായിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 3 കണ്ടീഷൻസ് കിട്ടും. ഈ 3 കണ്ടീഷൻസിനും നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് റെസ്പോൺസസ് ആണ്. സേവ് ഇറ്റ്. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടീഷണൽ ഫോളോ അപ്പ് സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടീഷണൽ ഫോളോ അപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI കോൺവെർസേഷൻ കഴിഞ്ഞു, വെയിറ്റ് ലോസ് പാക്കേജിലാണ് അയാൾക്ക് താല്പര്യം. അപ്പോൾ വെയിറ്റ് ലോസ് പാക്കേജിന്റെ വെയിറ്റ് ലോസ് ബേസിക് പാക്കേജ്, വെയിറ്റ് ഗെയിൻ പാക്കേജ്, നമുക്ക് 3 കണ്ടീഷനാണല്ലോ വരുന്നത്. വെയിറ്റ് ലോസ് പ്രീമിയം പാക്കേജ്. ഓക്കെ, 3 പാക്കേജാണ് വരുന്നത്. അപ്പോൾ അപ്പം നമ്മൾ ആദ്യം ഈ ഓരോരോ കണ്ടീഷൻസ് നമ്മളിപ്പോൾ ചെയ്യാൻ പോവാണ്, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പം നമ്മളിവിടെ പറഞ്ഞിരുന്നു BMI ഈസ് ലോ ആൻഡ് നീഡ് വെയിറ്റ് ഗെയിൻ പാക്കേജ്. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് വരാം. ആദ്യം നമുക്ക് ഇവിടെ പോവാം. അപ്പോൾ BMI ഹൈ ആണ്, വെയിറ്റ് ഗെയിൻ ഏത് പാക്കേജാണ് വേണ്ടത്? ബേസിക് പാക്കേജ്. ബേസിക് പാക്കേജും പ്രീമിയം പാക്കേജ്. അപ്പം ഞാൻ ബേസിക് പാക്കേജിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വാട്സാപ്പ് ടെംപ്ലേറ്റ് കൊടുക്കുകയാണ്. അവിടെ നമ്മൾ പേയ്മെന്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം അയാൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിവിടെ കൊടുക്കുന്നു. BMI ബേസിക് പാക്കേജ്, യെസ്. അപ്പോൾ അയാൾക്ക് ഈ മെസ്സേജ് പോകൂടെ, പേയ്മെന്റ് ലിങ്കുള്ള നമ്മളുടെ വെയിറ്റ് ലോസ് ബേസിക് പാക്കേജ് പോകണോ? ഓക്കെ. ഇനി അടുത്തത് പ്രീമിയം പാക്കേജ് ആണ് അയാൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് പ്രീമിയം പാക്കേജിന്റെ ടെംപ്ലേറ്റ് അയച്ചു കൊടുക്കണം വാട്സാപ്പിൽ. അവിടെയാണ് പേയ്മെന്റ് ലിങ്ക് ഉള്ളത്. നമ്പർ സെലക്ട് ചെയ്തു, BMI വെയിറ്റ് ലോസ് പ്രീമിയം പ്ലാൻ എടുത്തു, സേവ് ചെയ്തു, സേവ്. ഓക്കെ. അപ്പോൾ 2 കണ്ടീഷൻസ് നമ്മൾ ആഡ് ചെയ്തു, വെയിറ്റ് ഗെയിൻ പാക്കേജ്, ബേസിക് ആൻഡ് പ്രീമിയം. അപ്പോൾ കസ്റ്റമറുടെ ഇതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഈ റെക്കമെൻഡേഷൻ പോകും. ഇനി വാട്ട് ഇസ് നെക്സ്റ്റ് സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺഫിഗർ ഓട്ടോമേഷൻ ട്രിഗേഴ്സ്. ഓട്ടോമേഷൻ ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാണ് ഇത് ട്രിഗർ ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല, നമ്മളിവിടെ ട്രിഗർ കൊടുത്തിട്ടില്ല. ഇത് എപ്പോൾ മെസ്സേജ് വന്നാലും ഇത് ആക്ടിവേറ്റ് ആവും. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ ഒരു ട്രിഗർ കൊടുക്കുകയാണ്. കസ്റ്റമർ റിപ്ലൈഡ്, കസ്റ്റമറുടെ ഒരു മെസ്സേജ് വരികയാണ്. എപ്പോ എന്നല്ല, എവിടെ? ചാനൽ റിപ്ലൈ ചാനൽ ഈസ് വാട്സാപ്പ്. നമുക്ക് ഇൻസ്റ്റാഗ്രാം കൊടുക്കാം, ഫേസ്ബുക്ക് കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാം. ആൻഡ് കണ്ടെയ്ൻസ് ഫ്രേസ് BMI എന്ന് പറഞ്ഞാൽ ഈ വാട്സപ്പിൽ BMI എന്ന് പറഞ്ഞ് ഒരു കീവേഡ് വന്നു കഴിഞ്ഞാൽ ഈ ചാറ്റ് ബോട്ട് ഇവിടുന്ന് ട്രിഗർ ആവും. ഓക്കെ. വേറെ എന്തെങ്കിലും മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇത് ട്രിഗർ ആവില്ല. കാരണം നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ BMI കീവേഡ് വരുമ്പോൾ മാത്രമാണ് ഇത് ട്രിഗർ ചെയ്യേണ്ടത്, സേവ് ട്രിഗർ. ഇത് ഒരു ട്രിഗർ.
ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഇനി ഫേസ്ബുക്ക് ലീഡ്സ് നിങ്ങൾക്ക് വെച്ച് ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ലീഡ് ഫോംസിൽ കണക്ട് ചെയ്യാം. നിങ്ങളുടെ പേജ് ഏതാണെന്ന് വെച്ചാൽ പേജ് എടുക്കുക. പേജ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫോമാണോ നിങ്ങളുടെ ലീഡ് ജനറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേസ്ബുക്കിൽ വരുന്ന ആ ലീഡ് വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഇപ്പം ഈ ഒരു ഇതെടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഞാനിപ്പോൾ സേവ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഫേസ്ബുക്കിലേക്ക് ഇപ്പോൾ ഇത് പോകണ്ട. നമുക്കിത് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ വാട്സാപ്പിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ക്യാമ്പയിൻസിൽ നിങ്ങൾ ഇത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലീഡ് വരുന്നു, ആ ലീഡിന് ഓട്ടോമാറ്റിക്കലി വാട്സപ്പിലേക്ക് ഈ ഡീറ്റെയിൽസ് പോകുന്നു. അവിടെ AI ചാറ്റ് ചെയ്യുന്നു, കസ്റ്റമറുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ട് കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അവിടെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു, പേയ്മെന്റ് ലിങ്ക് അയച്ചു കൊടുക്കുന്നു. എവറിത്തിങ് ഇസ് ഡൺ. ഈ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്ക് എൻഡിൽ. അപ്പോൾ നിങ്ങളുടെ സെയിൽസ് ടീം വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്ത് സംസാരിച്ചാൽ മതി? ആ കോൺവെർസേഷൻ കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് സംസാരിച്ചാൽ മതി. ഓക്കെ, സോ ഞാൻ സേവ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗർ ചെയ്യാൻ ഇത് മാത്രമേ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും വെക്കാം. ഈ നമ്മൾ വാട്സപ്പിൽ ബിൽഡ് ചെയ്ത സെയിം സാധനം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും വേണമെങ്കിൽ ബിൽഡ് ചെയ്യാം. കണ്ടോ, ഫേസ്ബുക്ക് ലീഡ്സ്, വാട്സപ്പ് മെസ്സേജസ് എല്ലാം നമുക്ക് ഈ AI കൊണ്ടുവരാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോയിൻമെന്റ് ഏജന്റിനെ വെക്കുകയാണ്. അപ്പോയിൻമെന്റ് നമ്മൾ എവിടെയാണ് വെക്കുന്നത്? നമ്മളിവിടെ വെയിറ്റ് ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കാൻ പോവാണ്. ഒരു പെർട്ടിക്കുലർ സിനാരിയോ അതാണെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ. സോ ഞാനിവിടെ വീണ്ടും അപ്പോയിൻമെന്റ് ബുക്കിംഗ് AI ഏജന്റിനെ എടുക്കുകയാണ്. എന്നിട്ട് എനിക്ക് ഇവിടെ നമുക്ക് ഇവിടെ ഒരുപാട് കലണ്ടേഴ്സ് ഉണ്ട്. ഞാനിവിടെ ഒരു കലണ്ടർ ചൂസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ കലണ്ടർ പ്രിപ്പയർ ചെയ്തിട്ട്, കലണ്ടർ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഈ ബിസിനസ് 360യിൽ തന്നെ കലണ്ടർ പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ കലണ്ടറും നിങ്ങളുടെ സൂം എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സൂമിൽ മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് ആ ലിങ്ക് വരെ നിങ്ങൾക്ക് കിട്ടും. സോ ഇവിടെ ഞാൻ അപ്പോയിൻമെന്റ് ബുക്കിംഗ് കോൺവെർസേഷൻ AI ബോട്ടിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വലിയ മാറ്റങ്ങൾ വരുത്തുന്നില്ല. കാര്യം ഇത്രയേ ഉള്ളൂ, അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്ത് കിട്ടണം. ഓക്കെ, എന്നിട്ട് മാക്സിമം മെസ്സേജസ് ഐ പുട്ട് 15, ടൈം ഔട്ട് 24, ദാറ്റ്സ് ഓക്കെ, 24 hours. ചാനൽ ഈസ് അഗൈൻ വാട്സാപ്പ്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡോണ്ട് ലെറ്റ് ദ ബോട്ട് സെൻഡ് കൺഫർമേഷൻ മെസ്സേജ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ കസ്റ്റമർക്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ എന്നാണ് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഡേറ്റിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കലണ്ടർ ഫെച്ച് ചെയ്തിട്ട് അതിനകത്ത് ഏതൊക്കെ സ്ലോട്ട്സ് അവൈലബിൾ ആണ് അത് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. 10 മണി, 11 മണി, 12 മണി എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കും. കസ്റ്റമർ 12 മണി എന്ന് പറഞ്ഞാൽ 12 മണിക്ക് ഓട്ടോമാറ്റിക്കലി അപ്പോയിൻമെന്റ് ബ്ലോക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് റിപ്ലൈ കൊടുക്കും, നിങ്ങളുടെ അപ്പോയിൻമെന്റ് ഇന്ന ദിവസം ഈ സമയത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊടുക്കും. സെയിം ടൈമിൽ ഇൻഫർമേഷൻ കൊടുക്കും. സോ അതുപോലും ഓട്ടോമേറ്റഡ് ആയിട്ട് മാറി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ഫോളോ അപ്പ് ആണ്. ഈ ഫോളോ അപ്പ് എപ്പോഴാണ് പോകുന്നത്? ഈ ഫോളോ അപ്പ് പോകുന്നത് കസ്റ്റമറുടെ അപ്പോയിൻമെന്റ് നടക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ റിമൈൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ കസ്റ്റമർ ഇവിടെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു വെയിറ്റ് പീരീഡ് ആഡ് ചെയ്യാണ്. ഇവന്റ് അപ്പോയിൻമെന്റ് ടൈം ബിഫോർ 10 minutes. ഓക്കെ, ഇപ്പൊ സംഭവിക്കുന്നത് കസ്റ്റമർ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്തു, സേ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ അടുത്ത തിങ്കളാഴ്ചയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. അടുത്ത തിങ്കളാഴ്ച 11 മണിക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ അടുത്ത തിങ്കളാഴ്ച 11 മണിക്ക് 10 മിനിറ്റ് മുമ്പേ ഇത് വീണ്ടും ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും. അതുവരെ ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ടൈം ആവുമ്പോൾ അടുത്ത സ്റ്റെപ്പ് പോവും. അപ്പൊ ഞാനിവിടെ നോർമലി ഒരു മെസ്സേജ്, ഫ്രീ ഫോം മെസ്സേജ് കൊടുക്കുകയാണ്. ഫ്രീ ഫോം മെസ്സേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മെസ്സേജ്, ടെംപ്ലേറ്റ് അല്ലാത്ത ഒരു മെസ്സേജ്. എന്നിട്ട് ഇവിടെ ഞാൻ കൊടുക്കുകയാണ്, ഹലോ സുബിലാൽ, വി ഹാവ് ആൻ അപ്പോയിൻമെന്റ് ഇൻ 10 minutes. ഓക്കെ, പ്ലീസ് യൂസ് ദ ലിങ്ക് ടു ജോയിൻ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു വേരിയബിളും കൂടെ ആഡ് ചെയ്യാണ്. ഈ വേരിയബിളിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ അപ്പോയിൻമെന്റ് മീറ്റിംഗ് ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് വരും.
താങ്ക് യു. സേവ്. അപ്പോൾ എപ്പോഴാണോ കസ്റ്റമർ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്, ആ ബുക്ക് ചെയ്തിരിക്കുന്നതിന്റെ 10 മിനിറ്റ് മുന്നേ വാട്സപ്പിൽ അവർക്ക് മീറ്റിംഗിന്റെ ലൊക്കേഷൻ ലിങ്ക് വെച്ചിട്ട് പോകും. ആൻഡ് സേവ്. ഓക്കെ, വെരി ഈസി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇതിനെ പബ്ലിഷ് ചെയ്തു, സേവ് ചെയ്തു, ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് വരുന്ന പ്രോസസ്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഗൂഗിൾ മൈ ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഐ മീൻ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യാം. ബേസിക്കലി നമ്മളുടെ നമ്പർ നമ്മൾ എല്ലായിടത്തും ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം, ഇൻ്റഗ്രേറ്റ് ഇൻ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിനുശേഷം ടെസ്റ്റിംഗ്. ഓക്കെ, ഇവിടെ എല്ലാം നിങ്ങൾക്ക് കൊടുക്കാം, ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഈ ലിങ്ക് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ലിങ്ക് ഞാനിപ്പോൾ ചാറ്റിലിടാം, നിങ്ങളത് വാട്സാപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് BMI എന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക, ചാറ്റ് ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്താ വരുന്നതെന്ന് നോക്കുക. അപ്പോൾ ഞാനിവിടെ ലൈവായിട്ട് എൻ്റെ വാട്സാപ്പിൽ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ സോ ഡു ദിസ്. അവിടെ പോയി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ BMI എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഞാൻ ഇത് ലിങ്ക് ഞാൻ ഇതിലിടാവേ, ചാറ്റിലിടാം. കിട്ടിയോ? ലിങ്ക് കിട്ടിയോ ചാറ്റിൽ? ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ചാറ്റിൽ. യെസ് ഓർ നോ? ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ നോക്കുകയാണ്. വന്ന ആൾക്കാരുടെ മെസ്സേജസിന് എൻറോൾമെന്റ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ അറിയാൻ പറ്റും ആരൊക്കെയാണ് ഇതിനകത്ത് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നുള്ളത്. ലുക്മാൻ, ബ്രൈറ്റ് ലൈൻ, മോട്ടോ ക്ലബ്, വിജു തങ്കപ്പൻ, ഇവരെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ട്. എക്സിക്യൂഷനിൽ എന്തൊക്കെ നടന്നു എന്നുള്ളത്, ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എനിക്കിവിടെ കാണാം. കണ്ടോ? കാൽക്കുലേറ്റ് മൈ BMI എന്ന് പറഞ്ഞിട്ട് കുറെ മെസ്സേജസ് വരുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, ശിവ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വി ക്യാൻ ഗോ ടു ദി കോൺവെർസേഷൻസിൽ ഈ വരുന്ന എല്ലാ മെസ്സേജസും നമുക്കിവിടെ കാണാം. പക്ഷേ യു ടേക്ക് സിമ്രാന്റെ മെസ്സേജ് നോക്കാം. കാൽക്കുലേറ്റ് മൈ BMI എന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ദ ബട്ടൺ ബിലോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ചാറ്റ് നമുക്ക് ഫോളോ ചെയ്യാം, എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ സിമ്രാന്റെ അടുത്ത് മെസ്സേജ് അയച്ചു, ഷുവർ സിമ്രാൻ, വിൽ ഡു ദാറ്റ്. ക്യാൻ ഐ ഹാവ് സം ഡീറ്റെയിൽസ് അബൌട്ട് യു? കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ കറന്റ് വെയിറ്റ് ആൻഡ് ഹൈറ്റ്? ഇത് ഇപ്പൊ നിങ്ങൾ മലയാളത്തിൽ റിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കേ. നിങ്ങൾ മലയാളത്തിൽ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതും മലയാളത്തിൽ ചോദിക്കാൻ തുടങ്ങും. നിങ്ങൾ തമിഴിൽ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തമിഴിൽ ചോദിക്കാൻ തുടങ്ങും. സോ നിങ്ങളുടെ കസ്റ്റമർ ഏത് ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഡസൻ മാറ്റർ അറ്റ് ഓൾ. അതാണ് ഇതിന്റെ മറ്റൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. സിമ്രാന്റെ ബാക്കി ഡീറ്റെയിൽസ് വന്നില്ലല്ലോ. ഹൈറ്റ് കൊടുത്തോ? ഇങ്ങനെ മീറ്റേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെന്റിമീറ്ററിൽ കൊടുത്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്യണ്ട, അത് തന്നെ കാൽക്കുലേറ്റ് ചെയ്തോളും. Mm. 5.8 ഫീറ്റ്, അത് മതി. സോ 22. അതാ ഹിന്ദിയിലേക്ക് മാറിയിട്ടുണ്ട്, സിമ്രാനായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്.
മലയാളത്തിൽ ചോദിച്ചാൽ മതിയായിരുന്നില്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് ആ ചാറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനായിട്ട് ചെറിയൊരു ടൈം എടുക്കേ. ഇതാ മലയാളത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭാരം എത്രയാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സൗകര്യവും ഫ്ലെക്സിബിലിറ്റിയും ആണോ വേണ്ടത്? ഇതിനനുസരിച്ച് ഞങ്ങൾക്ക് രണ്ട് പാക്കേജുകളുണ്ട്. ഏത് പാക്കേജ് വേണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പാക്കേജ് ഒന്ന് ചൂസ് ചെയ്യൂ സിമ്രാൻ. ബേസിക് പാക്കേജ്. കണ്ടോ, ബേസിക് പാക്കേജ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വരെ സിമ്രാൻ ഇപ്പം അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു മെസ്സേജിൽ നിന്ന് ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഒരു സിനാരിയോ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഓരോ ബിസിനസ്സിനും അനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് പ്രോസസ്സുകൾ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി വരുന്ന സെഷൻസിൽ നമ്മൾ മറ്റുള്ള ബിസിനസ്സുകൾക്കും ഇതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സിനാരിയോസ് ഇതേപോലെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ബിൽഡ് ചെയ്യുന്നുണ്ടായിരിക്കും. റൈറ്റ്. നൗ ലെറ്റ്സ് ക്ലോസ് ദിസ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു AI ഇൻ്റഗ്രേറ്റഡ് ചാറ്റ് ബോട്ട് നമ്മളുടെ വാട്സപ്പിൽ ബിൽഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് രണ്ട് രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഒന്ന്, നമുക്ക് വി ക്യാൻ ഗിവ് യു ദ പ്ലാറ്റ്ഫോം. ഈ ബിസിനസ് 360 എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് പല പല പാക്കേജസ് ഉണ്ട്. പക്ഷേ ഈ AI ആൻഡ് വാട്സപ്പ് വരുന്ന പാക്കേജിന്റെ കോസ്റ്റ് 10,000 പെർ മന്ത്, അല്ലെങ്കിൽ ആനുവലി 1.2 lakhs ആണ് വരുന്നത്. ആനുവൽ പാക്കേജ് ഓഫർ പ്രൈസിൽ 1 lakh ആണ് ടോട്ടൽ കോസ്റ്റ്. പക്ഷേ അതിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ തന്നെ സെറ്റപ്പ് ചെയ്ത് തരും. നിങ്ങളുടെ AI വിത്ത് ഓട്ടോമേഷൻ നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് നിങ്ങളുടെ ഓട്ടോമേഷൻ വർക്ക് ഫ്ലോ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ സെയിൽസ് ടീമിന് അതിൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ സപ്പോർട്ട് തരും. ഇത് പ്ലാറ്റ്ഫോമിൻ്റെ കോസ്റ്റാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് 10,000 പാക്കേജ് എടുത്തിട്ട് നിങ്ങൾ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടും. പക്ഷെ അതിനകത്ത് സെറ്റപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല. അതിന് വേറെ തന്നെ കോസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഈ AI ഏജന്റ് വാട്സാപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പാക്കേജാണ്. കമ്പാരിറ്റീവ്ലി നിങ്ങൾ പുറത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പാക്കേജാണ് ആനുവൽ പാക്കേജ്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്കിനി ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ട് പോകണ്ട, ഒരു മിനിമൽ ലെവലിൽ ട്രൈ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ വേറെ പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് ഫ്രം ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആനുവൽ പാക്കേജ് കോസ്റ്റ് ഓൺലി 6,000 rupees. അതായത് 360 ഒരു മിനിമൽ വേർഷൻ. അതിനകത്ത് AI ഉണ്ടാവില്ല, വാട്സപ്പ് ഉണ്ടായിരിക്കില്ല, സിംഗിൾ യൂസർ ആയിരിക്കും. ബട്ട് ഓൺലി 6,000 rupees, അതായത് മന്ത്ലി ഒരു 500 രൂപയിൽ താഴെയാണ് കോസ്റ്റ് വരുന്നത്. ആ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം കമന്റ് ഓട്ടോമേഷൻ റൺ ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഇൻ ദിസ് വിത്ത് AI ആൻഡ് ഓട്ടോമേഷൻ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ കോസ്റ്റ്. ആൻഡ് ദെൻ ബിസിനസ് 360 മറ്റുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കാലണ്ടേഴ്സ്, നേരത്തെ നിങ്ങൾ കണ്ട പോലെ അപ്പോയിൻമെന്റ് ബുക്കിംഗ് സിസ്റ്റം റൺ ചെയ്യാം. അൺലിമിറ്റഡ് ആയിട്ടുള്ള കോൺടാക്ട്സ് ഇതിനകത്ത് സേവ് ചെയ്യാം. ഈ അൺലിമിറ്റഡ് കോൺടാക്ട്സ് സേവ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 81,000 ഡാറ്റ ഉണ്ട്. ഈ 81,000 ഒറ്റയടിക്ക് സെലക്ട് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ്, ഇപ്പം നിങ്ങൾക്ക് അറിയാലോ എൻ്റെ 1 lakh ആണ് എവറി ഡേ കപ്പാസിറ്റി. ഇപ്പം ഈ 80,000 പേർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഒറ്റ ക്ലിക്കിൽ മെസ്സേജ് അയക്കാം. ഓക്കെ. സോ അതാണ് അൺലിമിറ്റഡ് CRM യൂസ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സെയിൽസ് പൈപ്പ് ലൈൻസ് ആണ്. പേയ്മെന്റ് സിസ്റ്റം, നമുക്ക് പേയ്മെന്റ് കളക്ട് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം. നമുക്ക് പേയ്മെന്റ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാം, ഇൻവോയ്സസ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഡോക്യുമെന്റ്സ്, സബ്സ്ക്രിപ്ഷൻസ്, പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം, നമുക്ക് ഇ-കൊമേഴ്സ് ബിൽഡ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും.
എ ഐ ഏജൻസ് നിങ്ങൾ ഓൾറെഡി കണ്ടു. നിങ്ങൾ ഇപ്പോൾ കണ്ടത് വോയിസ് കോൺവെർസേഷൻ എ ഐ ആണ്. ഇനി ഇത് കൂടാതെ നമുക്ക് വോയിസ് എ ഐ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അത് ഇനി വരുന്ന ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും, എങ്ങനെ വോയിസ് എ ഐ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളത്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ എ ഐ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അതും നമുക്ക് വരുന്ന ഒരു സെഷനിൽ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എ ഐ യൂസ് ചെയ്യാം. മാർക്കറ്റിംഗ്, നമുക്ക് സോഷ്യൽ മീഡിയ ഓട്ടോമേഷൻ, അഫിലിയേറ്റ് മാനേജ്മെന്റ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മീൻസ് നിങ്ങൾ ഒരു അഫിലിയേറ്റ് സിസ്റ്റം ബിൽഡ് ചെയ്യണമെങ്കിൽ തന്നെ വി ഹാവ് ദി ഓപ്ഷൻ. ഈവൻ ആഡ്സ് മാനേജറും അവൈലബിൾ ആണ്. ബട്ട് ഈ ആഡ്സ് മാനേജർ നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഓട്ടോമേഷൻ, ഇപ്പം നിങ്ങൾ കണ്ട പോലെ ഒരുപാട് ഓട്ടോമേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പം എൻ്റെ കേസിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് ഓട്ടോമേഷൻസ് ഉണ്ട്. 420 ഓട്ടോമേഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഡെമോയും അല്ലാതെയൊക്കെ ആയിട്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ദാറ്റ് നമ്മളത് വരുന്ന മാസ്റ്റർ ക്ലാസ്സുകളിൽ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ വി ക്യാൻ ക്രിയേറ്റ് വെബ്സൈറ്റ്സ്. നമുക്ക് എ ഐ വെച്ചിട്ട് വെബ്സൈറ്റ് ചെയ്യാനുള്ള 1 മിനിറ്റ് കൊണ്ട് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എ ഐ വെച്ചിട്ട്. പിന്നെ നമുക്ക് തൗസൻഡ്സ് ഓഫ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. റെക്കോർഡഡ് വെബിനാർ ക്രിയേറ്റ് ചെയ്യാം, ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാം, ഫോംസ്, ചാറ്റ് വിഡ്ജറ്റ്സ്, ക്വിസ്, അതുപോലെ ഇതെല്ലാം നമുക്ക്. പിന്നെ വേർഡ് പ്രസിൻ്റെ ഹോസ്റ്റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ വി ഹാവ് റെപ്യൂട്ടേഷൻ, ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്, ഗൂഗിൾ റിവ്യൂസ്. ഇതിനകത്തും എ ഐ ഉണ്ട്. അതും നമ്മളുടെ വരുന്ന ഒരു മാസ്റ്റർ ക്ലാസ്സിൽ ഉണ്ടാവും, ഈ ഒരു റിവ്യൂ മാനേജ്മെന്റ് വിത്ത് എ ഐ എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. വർത്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾ ഒരു 5-6 പ്ലാറ്റ്ഫോമിന് കൊടുക്കുന്നതിനേക്കാളും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചാറ്റിൽ ചോദിക്കാം. ഈ ഒരു സെഷൻ്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് 7 ദിവസത്തോളം നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ വർക്ക് ബുക്ക് ഗീവ് അവേ കിട്ടാനായിട്ട് നിങ്ങൾ ഈ ഒരു QR സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന നമ്മളുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ ക്ലിക്ക് ദാറ്റ് ആൻഡ് യു ക്യാൻ ഡൗൺലോഡ് ദിസ് ഇ ബുക്ക്. ആൻഡ് അഗെയിൻ, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ചാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ വി വിൽ കോൾ യു ടുമോറോ. ബട്ട് അതർവൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ആൻഡ് വി വിൽ ക്ലോസ് ദി സെഷൻ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ഈ നമ്പേഴ്സ് ഞങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞങ്ങൾ നാളെ വിളിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് തരാം. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഇപ്പം ഇതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ശരിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ ഇപ്പം ഈ കൂടുതൽ സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും, ഇപ്പം നിങ്ങൾ കണ്ടത് ഒരു യൂസ് കേസ് മാത്രമാണ്. ഇതിന് ഒരുപാട് യൂസ് കേസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വെരി ചീപ്പ്, ആക്ച്വലി വെരി വെരി ചീപ്പ്. ദെൻ ഇപ്പം നിങ്ങളൊരു സ്റ്റാഫിനെ വെച്ചിട്ട് കൺസിഡർ ചെയ്യുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ സ്റ്റാഫിന് കൊടുക്കുന്ന സാലറിയുടെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, യാ. സോ രതീഷ്, പ്ലീസ് പുട്ട് യുവർ നമ്പർ, വിൽ കണക്ട് ടുമോറോ. പ്രശാന്ത്, ഇപ്പോൾ പ്രശാന്തിൻ്റെ മൊബൈൽ നമ്പർ ഷെയർ ചെയ്യും. നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്കത് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളൂ. ആൻഡ് ആ ഒരു പ്രശാന്തിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ പ്രശാന്തിൻ്റെ നമ്പർ ഒന്ന് തരികയാണെങ്കിൽ അയാൾ നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ വി കൻ. പ്രശാന്ത് നമ്പർ ഒന്ന് പറയും. പ്രശാന്ത് വന്നല്ലോ. ഹോസ്റ്റ്, ഞാൻ പ്രശാന്തിൻ്റെ നമ്പർ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചിട്ട് സംസാരിക്കണമെങ്കിൽ പ്രശാന്ത് ഡെമോ തരും, ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഇനിയും വരുന്ന സെഷൻസിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള യൂസ് കേസസ് നിങ്ങൾക്ക് കാണാം. സോ എനിവേ, സ്മിത മൊബൈൽ നമ്പർ ഒന്ന് തരികയാണെങ്കിൽ വി വിൽ ടോക്ക് ടുമോറോ. സോ വിജു ചോദിക്കുന്നത് പ്രശാന്തിൻ്റെ നമ്പർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി, നിങ്ങൾക്കത് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ.
ആഡിൽ സംസാരിക്കുന്ന ഇൻഫ്ലുവൻസറെ ക്രിയേറ്റ് ചെയ്യുന്നത് വേറെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെഷനിൽ. അത് കൂടാതെ അതിന് റെക്കോർഡഡ് വേർഷൻസ് നമ്മളുടെ അവൈലബിൾ ആണ്. പിന്നെ ആ, അത് വേറെ തന്നെ ഒരു സെഷനാണ്. വീഡിയോ ക്രിയേഷൻ വേറെ തന്നെ ഒരു സെഷനാണ്. അതിൻ്റെ ഒരു മിനിമൽ വേർഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പ്രൊജക്ട് ക്വീൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പഠിക്കാം. സ്മിതയുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു എവരി വൺ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലോസ് ടു 9. അപ്പോൾ ഇനി അടുത്ത സെഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അതിൻ്റെ അപ്ഡേറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. റഷീദ് ചോദിക്കുന്നത്, ഹൗ ക്യാൻ ഐ ക്രിയേറ്റ് വീഡിയോസ് ബിസിനസ് എവറി ഡേ ഫോർ ന്യൂ മോഡൽസ്? വി ക്യാൻ ക്രിയേറ്റ്. അത് ഇൻഫ്ലുവൻസർ ക്രിയേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ നമുക്ക് ഇൻഫ്ലുവൻസർ ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഒന്നുകിൽ അത് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ക്യൂയിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ്ഫുൾ ആയിരിക്കും, ന്യൂ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, വീഡിയോ ക്രിയേഷൻ. സുനിൽ നോട്ടഡ്. സുനിലിൻ്റെ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം നാളെ. നിങ്ങൾ വരുന്ന സെഷൻസ് ഇപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടത് വെയിറ്റ് ലോസിൻ്റെ ഒരു ഡെമോ ആണ്. ഇനി നമ്മളിത് ഒരു സ്റ്റുഡൻറ് കൗൺസിലർ അല്ലെങ്കിൽ ഒരാളുടെ സ്കിൽ അസസ്മെൻറ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഒരെണ്ണം ഇപ്പോൾ അടുത്ത് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ അതുകൂടാതെ എബ്രോഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഫിനാൻസ് അതായത് മ്യൂച്വൽ ഫണ്ട്സ് അഡ്വൈസേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് അഡ്വൈസേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടും ഈ ചാറ്റ് ബോർഡ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള സെഷൻസ് ഇനി വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടത് ഒരു വെയിറ്റ് ലോസിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും കൂടെ പറയുകയാണെങ്കിൽ അതോടുകൂടെ നമുക്ക് ക്ലോസ് ചെയ്യാം. ടെലികോളേഴ്സ് ഉണ്ട്. സത്യമായിട്ടും നമ്മളുടെ വോയിസ് ഒരു സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ടെലികോളർ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലെ ഇൻട്രാക്റ്റീവ് സെഷൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഇൻട്രാക്റ്റീവ് ഇപ്പം ഞാൻ ഒരു ആയിട്ട് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. പക്ഷെ അത് ഞാൻ അവിടെ ഫിസിക്കലി പ്രസൻ്റ് അല്ല, എൻ്റെ ആണ് പഠിപ്പിക്കുന്നത്, അത് റെക്കോർഡഡ് വീഡിയോ അല്ല. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇതെല്ലാം വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതേപോലുള്ള ഒരുപാട് സെഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും എല്ലാം 360-ലല്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഇൻട്രാക്റ്റീവ് വേറെ പ്ലാറ്റ്ഫോമാണ്. പക്ഷെ വോയിസ് 360-ലാണ്. അത് 360-യുടെ തന്നെ അകത്തുള്ള ഫീച്ചറാണ്. സോ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ്, അത് ആസ് പെർ ഇപ്പോൾ 360-ൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിൽ നടക്കാത്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ പുറത്ത് അന്വേഷിക്കാറുള്ളൂ. ബട്ട് അതർവൈസ് നമ്മളുടെ എല്ലാ റിക്വയർമെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ആൻഡ് സോ ഇനി വരുന്ന സെഷൻസിൽ ഇതുപോലുള്ള പുതിയ ഒരുപാട് യൂസ് കേസുകൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ എല്ലാ റെക്കോർഡിങ്സും നമ്മളുടെ മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് ഫ്രീ അല്ല. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫ്രീ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ദാറ്റ് വിൽ ബി പെയ്ഡ് അപ്രോക്സിമേറ്റ്ലി 4,000 സംതിങ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ പ്രശാന്തായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഹി വിൽ ഷെയർ വിത്ത് യു. ആൻഡ് അതിനകത്ത് ഈ പറഞ്ഞ എല്ലാ റെക്കോർഡഡ്, ഇപ്പം ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ വരുന്ന റെക്കോർഡിങ്സും അതിനകത്ത് ലഭിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ രതീഷ് വിൽ കോൾ ആൻഡ് കണക്ട് യു. വോയിസ് ഡെമോ തരാം. സുബീർ ചോദിക്കുന്നു 360 പ്ലാറ്റ്ഫോം ഞങ്ങളുടെ ആണോ? 360 പ്ലാറ്റ്ഫോം ഞങ്ങളുടെ അല്ല. 360 പ്ലാറ്റ്ഫോം ഇതിൻ്റെ സെയിൽസ് ആൻഡ് സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ട്ണർ ഏജൻസി മാത്രമാണ് ഞങ്ങൾ. ഇത് ആക്ച്വലി ഒരു US ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. നമ്മളിതിൻ്റെ സെയിൽസും നമുക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അതോടൊപ്പം ഇതിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ വഴി പോകുമ്പോൾ അഡ്വാൻറ്റേജ് ഇതുപോലുള്ള സെഷൻസും മലയാളത്തിലുള്ള സപ്പോർട്ടും വാട്സാപ്പ് സപ്പോർട്ടും എല്ലാം അവൈലബിൾ ആണ്. വേറെ രീതികളിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ആ സപ്പോർട്ട് ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ സെറ്റപ്പ് ചെയ്തു തരുന്ന സർവീസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ കോസ്റ്റ് വന്നിട്ട് നല്ല മന്ത്ലി ഒരു $300 to $500 അടുത്ത് കോസ്റ്റ് വരും. അതായത് നമ്മൾ ബില്ല് ചെയ്യുന്നതിൻ്റെ ഒരു 3 ഇരട്ടി കോസ്റ്റ് നിങ്ങൾക്ക് ആവറേജ് മാർക്കറ്റ് പ്രൈസിൽ വരും. സോ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആവാം. എനിക്ക് ഇത്രേ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളൂ. നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, സാധ്യതകൾ അറിയുക, നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന ജനറേഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എംപ്ലോയബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ദർ ഇസ് എ ചാൻസ് ദാറ്റ് ദേ വുഡ് പ്രിഫർ മോർ ഫ്രീഡം.
അപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റംസ് വെച്ചിട്ട് സ്കെയിൽ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് ബിസിനസ്സിനെ മാറ്റാം. സോ എപ്പോഴും ഇതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് ഹാവ് സ്ട്രോങ് സിസ്റ്റംസ് ആൻഡ് പീപ്പിൾ ടു മാനേജ് ഇറ്റ് ടു ഗെറ്റ് ദ ഗ്രേറ്റ് റിസൾട്ട്സ് എന്നാ പറയാം. ഹാവിങ് ഗ്രേറ്റ് പീപ്പിൾ ആൻഡ് വീക്ക് സിസ്റ്റം നിങ്ങൾക്ക് ചെറിയ റിസൾട്ടേ തരുള്ളൂ. അപ്പോൾ ബിൽഡ് സ്ട്രോങ് സിസ്റ്റംസ് ആൻഡ് പുട്ട് പീപ്പിൾ ടു ഓപ്പറേറ്റ് ഇറ്റ്. ദാറ്റ്സ് ഹൗ യു ഷുഡ് പ്ലാൻ യുവർ ബിസിനസ് ഫോർ ദി ഫ്യൂച്ചർ. അപ്പോൾ താങ്ക്സ് വൺസ് അഗൈൻ. സുബീർ, പ്രശാന്തുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രശാന്ത് വിൽ കണക്ട് വിത്ത് യു ഓൾ. അപ്പോൾ നിങ്ങളെ വിളിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക് എടുക്കാനായിട്ടും. മേ ബി ഇഫ് യു ക്യാൻ റെഫർ സമ്മൺ ടു അറ്റൻഡ് ദീസ് കൈൻഡ് ഓഫ് സെഷൻസ്, അവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു, ടേക്ക് കെയർ. അടുത്ത സെഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ബൈ.